ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പാന ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതി ഗ്രാമസഭ സന്ദർശിക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള യുവജനങ്ങളും എത്തി. കേരള മാതൃകകൾ പഠിക്കാനാണ് ഈ 40-അംഗ സംഘം എത്തിയത്. പാനാൽ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതി ഗ്രാമസഭയിൽ വിരുന്നുകാരായി ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതിനിധികളെത്തി. പാനാൽ ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന ഗ്രാമസഭ കാണാനും പഞ്ചായത്തിന്റെ വികസന മാതൃകകൾ വിലയിരുത്താനുമായി കേരളം ഒഴികെയുള്ള മറ്റ് 27 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 40ഓളം യുവജനങ്ങളാണ് എത്തിയത്. അപ്രതീക്ഷിതമായി എത്തിയ അതിഥികളെ കണ്ട് ഗ്രാമസഭയിൽ പങ്കെടുത്ത 100 കണക്കിന് ആളുകൾ ആശ്ചര്യഭരിതമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോധനാഥിന്റെയും മറ്റ് ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഇവരെ സ്വീകരിച്ച് ഹാളിലേക്ക് ആനയിച്ചു. ആ രേഖപ്പെടുത്തിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് അവർക്ക് ഒന്ന് കണ്ടു പഠിക്കുക എന്നുള്ളതാണ് അവരുടെ വരവിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് എത്തിയ അതിഥികളാണ് അവര്. അതിനകത്ത് ഈ യോഗത്തിനകത്ത് ഹരിതകർമ്മസേനയുടെ ആളുകളുണ്ട്, നമ്മുടെ പഞ്ചായത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, നമ്മുടെ നാട്ടുകാരായ ആളുകളുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഗ്രാമസഭയുടെ ഒരു ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞതാണ്. അവ്യക്തമാവരുത് എന്നുള്ളതുകൊണ്ടാണ് അതൊരു ആമുഖം എന്ന നിലയ്ക്ക് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പൊ ഇവര് ഒരു ഇൻട്രൊഡക്ഷൻ അവർക്ക് ഇത് കഴിഞ്ഞാൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് കൈല എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പാണ്. യങ് ലീഡർഷിപ്പ് അക്കാദമി അല്ലെ, യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി. അപ്പൊ അവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘം ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. 3 മണിയോട് കൂടി ഇവർ അടുത്ത പഞ്ചായത്തിലേക്ക് പോകും. ഇവർ കലാമണ്ഡലത്തിൽ നിന്നാണ് പിന്നെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഇവരെ ഇന്ന് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങൾ കാണുക, കുറച്ച് നമ്മൾ തൊഴിലുറപ്പിലൂടെയൊക്കെ ചെയ്ത പദ്ധതികൾ കാണുക എന്നുള്ളതൊക്കെ അവരുടെ അജണ്ടയിലുണ്ട്. അപ്പൊ ഇന്നത്തെ ഗ്രാമസഭാ യോഗത്തിലൂടെ പങ്കുചേരാൻ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. സന്ദീപ് കോധനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് രജിത മനോജ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KM അഷ്റഫ്, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ ഭരണരീതിയും വികസന അനുഭവങ്ങളും സാംസ്കാരിക പൈതൃകവും അടുത്തറിയുന്നതിനായി സംഘടിപ്പിച്ച സി കേരള നോ കേരള യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഇവർ പഞ്ചായത്ത് സന്ദർശിച്ചത്. ഫെബ്രുവരി 19 മുതൽ 28 വരെ വിവിധ ജില്ലകളിൽ നടക്കുന്ന ഈ പര്യടനത്തിലൂടെ കേരളത്തിന്റെ തദ്ദേശ ഭരണ മാതൃകകൾ പഠിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ ഉദ്യോഗസ്ഥർ ഇവർക്ക് വിശദീകരിച്ചു കൊടുത്തു. CCV ന്യൂസ്, പാഞ്ഞാൾ.